ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്നതിൽ ഒരു മാവാണ് കേട്ടാ. ഈ മാവിന് എത്ര കൊല്ലത്തെ പഴക്കമുണ്ടെന്ന് ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഓർമ്മയിലെ കാലം തൊട്ട് ഞാൻ ഇതിൽ നിന്ന് മാങ്ങ പുറുക്കിയിട്ടും പറിച്ചിട്ടും തിന്നലുണ്ട്. ഇത് ബപ്പക്കായ് മാങ്ങയാണ് കേട്ടോ. ഇതില് ബപ്പക്കായ് എന്ന് വെച്ചാൽ എന്നാന്ന് എനിക്ക് നിങ്ങളങ്ങോട്ടൊന്നും പറയാന്ന് എനിക്കറിയില്ല. നമ്മളിതിനെ ബപ്പക്കായ് എന്ന് പറയും. അപ്പൊ എന്ന് വെച്ചാൽ ചൂടായോണ്ടാന്നൊന്നും അറിയില്ല, ഇതിലെ മാങ്ങ തെച്ചും വീഴുന്നുണ്ട്. അപ്പൊ അത് പൊറുക്കിയിട്ട് ഉപ്പിലിടും അച്ചാറാക്കലാന്ന് ഇന്നത്തെ വീഡിയോ. ഓരോ കാറ്റ് വീശുമ്പോൾ മാങ്ങ വീണുകൊണ്ടിരിക്കുന്നു. കൂടുതലും വാട്ടാപ്പറച്ചിയാണ്. അല്ലാത്തത് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങ് എടുക്കുന്നുണ്ട്. ഞെങ്ങുന്നത് നോക്കിയിട്ടാണ് ഞെങ്ങുന്നുണ്ടോ നോക്കും. അതിൽ ഞങ്ങാത്തത് നോക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. കണ്ട കുറേ വീണിട്ടുണ്ട്. ഇതിപ്പോ ഒരു കാറ്റ് വീശാലും കിട്ടിയതാണ് ഇത്രയും. അങ്ങനെ ഓരോ കാറ്റ് വീശുമ്പോൾ ഇത്രത്തോളം മാങ്ങ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ട ആടി ഈടി എല്ലാം വീണിട്ടുണ്ട്. ഇതാ ഈ മാവുന്നാണ് ഇന്ന് വീണ്. ഇത് വലിയൊരു മാവാണ് കേട്ടാ. നമുക്കിത് പറിക്കാനൊന്നും കിട്ടൂല, വീണിട്ട് കിട്ടിയാലേ ഇല്ലൂ. ഇതിലെ മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളതുമാണ്. പഴുത്ത നല്ല ടേസ്റ്റാണ്. പഴുത്ത പക്ഷെ നമുക്കൊന്നും കിട്ടൂല. അണ്ണാക്കൊട്ടനും കിളികളെല്ലാം വന്നിട്ട് തിന്നലാന്ന്. ദീടിയെല്ലാം ഉണ്ട് കണ്ട, മൊത്തം വീണിട്ടാണല്ലേ. പക്ഷെ അധികം വാട്ടാപ്പറച്ചി ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റൂല. അല്ലാത്തതൊന്നും നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട്. ഉപ്പിലിടുകയും ചെയ്യാം. പിന്നെ കുറച്ച് കണ്ണിമാങ്ങ അച്ചാറാക്കാന്ന് വെച്ചിട്ട് ഇതാ വീഡിയോ ഒന്നുണ്ട്. അത് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞെങ്ങുന്നുണ്ടോ നോക്കും. ഞങ്ങാത്തതാണെങ്കിൽ ഞാനത് ഇങ്ങ് എടുക്കും. കണ്ട ഇത്രയാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത്. ഉപ്പിലിട്ടിട്ട് കണ്ണിമാങ്ങ അച്ചാറാക്കുവാന്ന് പറയില്ല, അങ്ങനെ ആക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിങ്ങനെ പൊറുക്കുന്നത്. ആടെ കണ്ടത്തിലെല്ലാം ഉണ്ട്. വലിയ മരമായോണ്ട് കുറേ ഉണ്ട് താനും. കുറേയെല്ലാം കാട്ടിലാന്ന്. എന്നാലും ഞാൻ കുറച്ചെല്ലാം പൊറുക്കിയിട്ടുണ്ടതാ. ഇത്രയാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയൊരു കാറ്റ് വീശിയാൽ ഇതേപോലെ തന്നെ ആദ്യം കിട്ടും. കിട്ടുന്നതെല്ലാം ഞാൻ ഓരോന്നനുസരിച്ച് കുപ്പിയിലിട്ട് വെക്കലാണ്. എന്നിട്ട് അതിന്റെ വെള്ളം വെച്ചിട്ട് അച്ചാറാക്കാന്ന് വെച്ചിട്ട്. ഈ മാവിന്റെ ഒരു കൊമ്പാണെങ്കിൽ നമുക്ക് കഴിച്ചിളക്കാനും ആയിട്ടുണ്ട് കേട്ടാ. കാരണം എന്ന് വെച്ചാൽ ഇതാ ഈ കാണുന്നത് തന്നെ അതിന്റെ ഒരു കൊമ്പ് ഇതാ ഈ തെങ്ങിന്റെ മേലെയൊക്കെ ആയിട്ട് അതിന് വളരാൻ കഴിയുന്നില്ല. അതിപ്പോ ചെരിഞ്ഞ് ഇതായിട്ടാണ് ഉള്ളത്. അതിന്റെ വേറൊരു ശാഖയാണെങ്കിൽ ഇതാ പ്ലാവിലേക്കും ആയിട്ട് പ്ലാവിനും വളരാൻ കഴിയുന്നില്ല. അപ്പൊ അതിന്റെ ഒരു കൊമ്പ് എന്തായാലും കഴിച്ചിളക്കണം. കണ്ട ഈ ഒരു ശാഖ ഇതിലേക്ക് പോയിട്ടുണ്ട്. പ്ലാവിലാണെങ്കിൽ ചക്കയെല്ലാം ആയിട്ടുണ്ട് കേട്ടാ. ഇത് പഴഞ്ചക്കയാണ്. പഴഞ്ചക്കയോട് നമുക്ക് വീട്ടിലായിരിക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. നമ്മളിത് ചക്ക വെക്കലാണ്. ചക്ക വെക്കുവെന്ന് വെച്ചാൽ നിങ്ങൾ പുഴുക്കുന്നായിരിക്കും പറയലുണ്ടാവോ, ചക്കപ്പുഴുക്ക്. നമ്മൾ ചക്ക വെക്കല് എന്നാ പറയല്, ചക്ക വെച്ചത് എന്ന്. അല്ലെങ്കിൽ നമ്മള് ചക്കപ്പൂതലാക്കുവല്ലാണ് ചെയ്യല്, ചിപ്സ് ആക്കുക. പഴഞ്ചക്ക ആയതുകൊണ്ട് നമുക്ക് അത്ര വലിയ താല്പര്യമില്ല. നമുക്കിവിടെ എല്ലാവർക്കും വരിക്കച്ചക്കയാണ് ഇഷ്ടം. കുറെ ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം കൂടുതലും താഴെ ആയതുകൊണ്ട് നമുക്ക് പറിക്കാൻ സുഖമാണ് കേട്ടാ. അല്ലെങ്കിൽ എല്ലാം മുകളിലാന്ന് ഉണ്ടാവില്ല. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് താഴെയായി കിട്ടിയോണ്ട് സുഖാന്ന്. കണ്ട കുറെ ഉണ്ട്, കുറച്ചുണ്ട്. നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് ഇത് പാടാണ് ചക്ക. കണ്ട താഴെ വരെയുണ്ട്. ഇപ്പൊ ഓരോന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.